ഹായ് ഗായ്സ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടൊരു മീൻ കറി വെച്ചതാണ്. അപ്പം നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് ഒരു തേങ്ങ അരച്ചിട്ടുള്ളൊരു അയിലക്കറിയാണ് ഗൈസ്. ആദ്യം തന്നെ ഒരു ചട്ടി വെക്കുക അടുപ്പത്ത്, അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ ഇതൊക്കെ കേട്ടോ വേണ്ടത് ഈ കറിക്ക് ആവശ്യമുള്ളത്. പിന്നെ നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ഉലുവ ഇടുന്നു. അത് പൊട്ടിയതിന് ശേഷം കുറച്ച് കറിവേപ്പിൻ്റെ ഇല, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ എന്തെന്നാണ് ഇട്ടത്, കുറച്ച് ഉള്ളി. എനിക്ക് ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഉള്ളി ഇട്ടത്. അപ്പോൾ ഉള്ളി ചെറിയ ഉള്ളി ഇടുക, അപ്പോൾ കാരണം കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അത് നല്ലോണം നമ്മൾ എന്താക്കുക, വഴറ്റിയെടുക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇതെൻ്റെ റെസിപ്പിയാണ്, മിസ്റ്റേക്കുകൾ ഉണ്ടാവും, ക്ഷമിക്കുക. ഇങ്ങനെ അല്ലെങ്കിൽ പറഞ്ഞു തരിക, ഓക്കെ. മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അങ്ങനെ കേസ് അടുപ്പത്ത് നല്ല തീയുള്ളത് കൊണ്ട് മൈ മദർ പറഞ്ഞു അവിടെ വെക്കാൻ. അപ്പോൾ നമ്മൾ അവിടെ വെച്ച് പിന്നെ അതിലേക്ക് നല്ലോണം വഴറ്റ് ആ സാധനം എനിക്ക് കിട്ടുന്നില്ല. നന്നായിട്ട് വാടിയതിന് ശേഷം കുറച്ച് തക്കാളിയും പച്ചമുളക് ഇങ്ങനെ നടു കീറിയിട്ട് നല്ലോണം വഴറ്റാൻ വെക്കുക. അപ്പോഴത്തേക്ക് അതിനേക്കുള്ള അരപ്പാക്കിയിട്ട് നമുക്ക് അരപ്പ് വേണം. കുറച്ച് തേങ്ങ, ഞാനൊരു മുളകും പൊടി എടുത്ത കാഴ്ച ഞങ്ങൾ കാണുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് മുളകും പൊടി ഇടുക. എനിക്ക് കറക്റ്റ് പറയാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങൾ എടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ എന്തോ എടുക്കാൻ പോയപ്പോൾ അത് പൊട്ടിയതാണ്. ഫുൾ ഒന്നും പൊട്ടലും ചെയ്തിട്ടില്ല. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും എടുക്കുക. പിന്നെ നമുക്ക് ഇതിൽ ആവശ്യത്തിന് വെള്ളവും പിന്നെ ഉപ്പും ഇടണം കേട്ടോ. ഞാൻ ഉപ്പിട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഉപ്പിടണം. അതെ, ഉപ്പിടുന്നുണ്ട്. അപ്പോൾ ഉപ്പിടുക. പിന്നെ നമ്മൾ നേരെ ഇത് അരയ്ക്കുക. എന്നിട്ട് നേരെ ഇതിലേക്ക് ഒഴിക്കുക, നമ്മളെ നേരത്തെ വന്ന തക്കാളിയിലേക്ക്. കാരണം എൻ്റെ കൂടി മറന്നുപോയി ആ വീഡിയോ എടുക്കാൻ. പിന്നെ അതൊക്കെ ഒഴിച്ച് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം നമ്മളെ മുറിച്ച് വെച്ച അയിലക്കഷ്ണം അങ്ങോട്ട് ഇടുക. എന്നിട്ട് മിക്സാക്കിയിട്ട് നിങ്ങൾ നോക്കുക ഉപ്പ് വേണമെങ്കിൽ ഉപ്പിടുക, ഉപ്പ് വേണമെങ്കിൽ ഉപ്പിടണ്ട. പിന്നെ കഴിച്ചാൽ നല്ലോണം തിളച്ച് വരാൻ വേണ്ടി മൂടി വെക്കുക. ഞാൻ അതിലോട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് മൂടി വെച്ചിട്ടുണ്ട്. അപ്പം ഗൈസ് സത്യം പറഞ്ഞാൽ സക്സസ് ആക്കിയിട്ടുണ്ട്. കാരണം കുടുക്ക കാലിയായ വഴി കണ്ടിക്കില്ല, നോക്കൂ.